ശ്രീ അപ്പു ജോൺ, അങ്ങേക്ക് 1 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാം. സാർ, ഓപ്പറേഷൻ തൂഫാൻ, ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ട്, മയങ്ങില്ല കേരളം എന്നീ വിപ്ലവകരമായ നടപടികൾ വഴി ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു വലിയ മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാസലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ നമുക്ക് മടങ്ങി വരുന്ന ആളുകൾ ആൽക്കഹോളാണെങ്കിൽ ഇന്ന് ഏതാണ്ട് 65%. ഡ്രഗ്സ് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന കണക്കുകളാണ്, വളരെ കുറവാണ്. ഇപ്പോൾ പോസ്റ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളും കമ്മ്യൂണിറ്റി സപ്പോർട്ട് വഴി റിലാപ്സ് ഉണ്ടാകാത്തുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി ആൽക്കഹോളിക് അനോണിമസ് പോലെ നർക്കോട്ടിക്സ് അനോണിമസ് സെല്ലുകളും നമ്മുടെ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കാനുള്ള നടപടികളുണ്ടാകും. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ അപ്പു ജോൺ ജോസഫ് ഇവിടെ ഉന്നയിച്ചത് വളരെ ന്യായമായൊരു ആവശ്യമാണ്. സർ, ആൽക്കഹോളിക് അനോണിമസ് ഇപ്പം നിലവിലുള്ളതാണ്. സർ, അത് ഒരു ആസക്തി അനുഭവിച്ച വ്യക്തി മറ്റൊരു ആസക്തി അനുഭവിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ ആൽക്കഹോളിക് അനോണിമസ് പോലെ തന്നെ നർക്കോട്ടിക് അനോണിമസ് കൂടി വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. വളരെ അത്യാവശ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം ഓപ്പറേഷൻ തുഫാൻ, ഓപ്പറേഷൻ തണ്ടർ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിന് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. രാസലഹരിക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുകയാണ്. സർ, അതുകൊണ്ട് ഇപ്പം തന്നെ വിമുക്തി പോലെയുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. സാർ, ഞാൻ എൻ്റെ സംസ്ഥാനത്തെ 35ഓളം ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവിടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾക്കും ഈ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നവരെ, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെ സഹായിക്കാനുള്ള പദ്ധതി ആഭ്യന്തര വകുപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങ് ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ അപ്പു ജോൺ ഇവിടെ അവതരിപ്പിച്ച ആശയം വളരെ നല്ലതാണ്. അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും.